പ്രൈസ് ഗോഡ്. നമ്മൾ ഈ ഫെലോഷിപ്പ്, ഈ കൂട്ടായ്മ അല്ലെങ്കിൽ സഭായോഗങ്ങൾ, ചർച്ച് മീറ്റിങ്സ്, ഇതൊന്നും നമ്മൾ സ്കിപ്പ് ചെയ്യരുത്. അത് വചനം പറയുന്നുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വചനമായ എബ്രായർ 10:24. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവൃത്തിക്കും ഉത്സാഹം വർദ്ധിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചു കൊള്ളുവീൻ. സ്നേഹത്തിൻ്റെയും സൽപ്രവൃത്തിയുടെയും ഒരു ഉത്സാഹമുണ്ടാകും. നമുക്കൊരു മടുപ്പൊക്കെ തോന്നാം, നമുക്കൊരു എന്തിനാ ഇന്നല്ലേ, അങ്ങനെ ഒരു തണുപ്പൊക്കെ തോന്നാം. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, പണ്ടൊക്കെ ഇങ്ങനെ ഈ വിറകുകൾ കത്തിച്ച് തീ വെക്കുമ്പോൾ, അത് കുക്ക് ചെയ്യാനാകാം, ഇല്ലെങ്കിൽ വേറെ പർപ്പസിന് തീ വെക്കാം. അപ്പോൾ ഈ ഇച്ചിരി നനഞ്ഞ വിറകാണെങ്കിലും ഉണ്ടല്ലോ, ഈ നനയാത്ത ഉണങ്ങിയ വിറകിൻ്റെ കൂട് വെക്കുമ്പോൾ അത് കത്തും. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഉള്ളിലൊരു മടുപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉള്ള മീറ്റിങ്ങുകൾ നിങ്ങൾ ഉറപ്പായിട്ടും പോയിരിക്കണം. അവിടെ കുറച്ച് ഉണങ്ങിയ വിറക് കാണും. അതിൻ്റെ ഇടയ്ക്ക് നമ്മളങ്ങോട്ട് ചെന്നാൽ ഉണ്ടല്ലോ, അത് നമ്മളും നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് കത്തും. അതുകൊണ്ട് തണുത്ത് ഉറഞ്ഞ് ഇരുന്ന് ഹൃദയം കഠിനമാക്കരുത്. കർത്താവിൻ്റെ ഹിതത്തിനൊത്തവണ്ണം തന്നെ നമ്മൾ ഭയങ്കര ഉത്സാഹിയായിരിക്കണം. കർത്താവ് അനുഗ്രഹിക്കും.